ബഹിരാകാശ ദൗത്യം പൂർത്തിയാക്കി മടങ്ങിയെത്തിയ ശുഭാംശു ശുക്ലയെ അഭിനന്ദിക്കാനുള്ള ചർച്ചയ്ക്കിടെ പാർലമെന്റിൽ പ്രതിഷേധമുയർത്തിയ പ്രതിപക്ഷത്തെ വിമർശിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. പ്രതിപക്ഷത്തിന്റെ നടപടി അങ്ങേയറ്റം ദൗർഭാഗ്യകരവും നിരാശാജനകവുമാണ്. ബഹിരാകാശ പദ്ധതികൾ പോലുള്ള വിഷയങ്ങൾ പക്ഷപാത രാഷ്ട്രീയത്തിന് മുകളിലായിരിക്കണമെന്നും രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അജീഷ്, ശുഭാംശു ശുക്ല ഇന്ത്യയുടെ അഭിമാനമാണ്. ആദ്യ ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനാണ്. രണ്ടാമത്തെ മാത്രം ഇന്ത്യക്കാരനായ ബഹിരാകാശ യാത്രികനുമാണ്. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുള്ളയാൾ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി ഒരു വലിയ ദൗത്യം വിജയിപ്പിച്ചെടുത്ത ശേഷം. പക്ഷേ അത്തരത്തിൽ ആ ചർച്ചയ്ക്ക് പ്രതിപക്ഷം സഹകരിച്ചില്ല എന്നൊരു വിമർശനമാണ് ഇപ്പോൾ രാജ്നാഥ് സിംഗ് ഉയർത്തിയിരിക്കുന്നത്. എന്താണെന്ന് പാർലമെന്റിൽ സംഭവിച്ചത്? എന്താണ് വിമർശനത്തിനിടയാക്കിയത്? പ്രജന ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ലോക്സഭയിൽ ഈ വിഷയത്തിൽ ഒരു ചർച്ച നടന്നത്. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ജിതേന്ദ്ര സിംഗ് ആയിരുന്നു ഈ ചർച്ചയ്ക്ക് സംസാരിച്ച അദ്ദേഹം ഈ ശുഭാംശു ശുക്ലയുടെ തിരിച്ചുവരവിനെ അഭിനന്ദിച്ചുകൊണ്ട് ഒപ്പം തന്നെ ഇന്ത്യയുടെ ISROയുടെയും ഭാവി ശാസ്ത്ര ഈ ദൗത്യങ്ങളെ കുറിച്ചുമൊക്കെ ആയിരുന്നു അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത്. ഈ സമയത്തായിരുന്നു പ്രതിപക്ഷം ലോക്സഭയിൽ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയും പിന്നീട് ഈ പ്രതിഷേധം അവസാനിപ്പിക്കാത്തതിനെ തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിയുകയും ചെയ്തത്. അതിനുശേഷമാണ് രാജ്നാഥ് സിംഗ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. കാരണം അദ്ദേഹം പറയുന്നത് ശുഭാംശു ശുക്ലയുടെയും അദ്ദേഹത്തിന്റെ ഈ നേട്ടം ഈ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കുന്ന നേട്ടമാണ്. അപ്പോൾ പ്രതിപക്ഷം സ്വീകരിച്ച നടപടി നിരാശാജനകമായി പോയിരുന്നു എന്നാണ് പറയുന്നത്. ഇക്കാര്യത്തിൽ രാഷ്ട്രീയം കാണരുതായിരുന്നു എന്നും രാജ്നാഥ് സിംഗ് വിമർശിച്ചു. എന്തായാലും ഇന്ന് അദ്ദേഹം ഈ ശുഭാംശു ശുക്ല ഇന്ന് വൈകിട്ട് 5 മണിക്ക് പ്രധാനമന്ത്രിയുടെ വസതിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയാണ്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ രാജ്നാഥ് സിംഗ് വിമർശനവുമായി എത്തിയത്. അതായത് പ്രതിപക്ഷം ഈ സഭയിൽ ഈ വിഷയം ഉന്നയിച്ച് ചർച്ച നടത്തുമ്പോഴാണ് ഈ പ്രതിഷേധം നടത്തിയത്. ഈ പ്രതിഷേധം നടത്തിയ രീതിയാണ് രാജ്നാഥ് സിംഗ് വിമർശിച്ച് രംഗത്തെത്തിയത്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.